എങ്ങോട്ടാ? ഞാൻ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ്. എന്തിനാ? അതായത് വനത്തിലുള്ള മൃഗങ്ങളെല്ലാം പട്ടിണിയാണ്. ഇതിനെതിരായിട്ട് ഒറ്റയാൾ പോരാട്ടമായിട്ട് ഞാൻ ഇറങ്ങിയേക്കുന്നതാണ്. നേരിമംഗലം അതുപോലെ തന്നെ ഇവിടെ ചാത്തമറ്റ ഏരിയയിലൊക്കെ കണ്ടമാനം, മുള്ളിരിങ്ങാട് ഏരിയയിലൊക്കെ കണ്ടമാനം മൃഗങ്ങൾ പട്ടിണി കൊണ്ട് വലയുകയാണ്. അതായത് വനം എന്ന് പേര് മാത്രമേ ഉള്ളൂ. വനത്തിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും വളരെ പട്ടിണിയാണ്. അവയ്ക്ക് ഭക്ഷിക്കാനുള്ള പുല്ലോ അങ്ങനെ യാതൊരു കാര്യങ്ങളും ഈ വനത്തിലില്ല എന്നുള്ളതാണ്. വനത്തിൽ ഒരു തീപ്പെട്ടിക്കൊള്ളി ഇട്ട് കഴിഞ്ഞാൽ കത്തുന്ന രീതിയിലാണ്. ആ ഒരു അവസ്ഥയിൽ ഈ വനത്തിൽ ആ ജീവികൾ എങ്ങനെ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. അതായത് വനത്തിലൊരു പശുവിനെ രാവിലെ നമ്മൾ ഈ വനത്തിലേക്ക് രാവിലെ ഒരു പശുവിനെ ഒരു ആടിനെ കയറ്റിവിട്ടാൽ അതിന് അധിവസിക്കാൻ, അതിന് ജീവിക്കാനുള്ള പുല്ല് വരെ ഇവിടെ ഈ വനത്തിലില്ല. പിന്നെ എങ്ങനെ ഇതുങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ ശല്യം ചെയ്യാതിരിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ മുതലെടുപ്പാണ്. രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് ഈ വനത്തിലുള്ള മൃഗങ്ങളെല്ലാം വളരെ വളരെ കഷ്ടപ്പെടുത്തുവാണ്. ഇതുങ്ങൾക്ക് വേണ്ട വെള്ളമോ അതുപോലെ തീറ്റയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുക്കി കൊടുത്തിട്ടില്ല. ഏത് വനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുങ്ങൾക്ക് തിന്നാനുള്ള ഭക്ഷിക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ വനത്തിലില്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെയുള്ള രാജ്യങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ ഈ വേനൽക്കാലമായ സാധന സാമഗ്രികളും ഇതുങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഇതുങ്ങൾക്ക് കൊടുക്കും. ഇത് ദാരിദ്ര്യം കൊണ്ട് വളരെ ബുദ്ധിമുട്ടി ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇതിന് വേണ്ട ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുള്ളതാണ്. ഇതിനെതിരായിട്ട് നമ്മൾ ശക്തമായിട്ട് പോരാടണം എന്നാണ് പറയുന്നത്. ഇതിനെ വെച്ചുകൊണ്ട് ഈ ജീവികൾക്ക് ഭക്ഷണം കിട്ടാതെ ഇത് അലയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ഈ കാട്ടിലുള്ള ജീവികളെ വെച്ചുകൊണ്ട് അതായത് വോട്ട് പിടിക്കാനായിട്ട് ഇതിൻ്റെ തന്ത്രമായിട്ട്, അതായത് വന്യജീവി സംരക്ഷണത്തിന് ജനങ്ങളെ കാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയിട്ട് ഇതിനെതിരായിട്ട് വോട്ട് പിടിക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധങ്ങളെ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹസനമാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ വോട്ട് പിടിക്കാനായിട്ട് മാത്രം അതാണ് ഈ വന്യജീവികൾ ഇതുപോലെ കഷ്ടപ്പെടുത്തുന്നത്. വന്യജീവികൾക്ക് വേണ്ട ജീവിക്കാനുള്ള സൗകര്യങ്ങൾ വനത്തിൽ തന്നെ ഒരുക്കി കൊടുക്കണം. ഇതുങ്ങൾക്ക് വേണ്ട തടാകങ്ങൾ, അതായത് ചതുപ്പുകളെല്ലാം കെട്ടിയിട്ട് തടയണ പോലെ കെട്ടിയിട്ട് അവിടെ വെള്ളം നിർത്തി, അതുപോലെ തന്നെ ഈ ഒരു 25 കിലോമീറ്ററിൻ്റെ ഇടയ്ക്കോടെ ചെറിയ ഒരു 50 ഏക്കറോ അല്ലെങ്കിൽ ഒരു 100 ഏക്കറിലൊക്കെ സസ്യങ്ങൾ, അതായത് കരിമ്പ്, ചോളം ഇങ്ങനെയുള്ള സാധനങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അത് ആനയ്ക്കൊക്കെ ഭക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അതുകൂടാതെ പ്ലാവ്, ഞാവൽ അങ്ങനെയുള്ള ഫലവൃക്ഷ തൈകൾ, റംബൂട്ടാൻ ഇങ്ങനെയുള്ള ഫലവൃക്ഷ തൈകൾ ഈ വനത്തിൽ കൂടെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ വന്യമൃഗങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ട് മാറാനായിട്ട് സാധിക്കും. എന്ത് വേണ്ടു, വനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേക്കും അക്കേഷ്യ പോലെയുള്ള മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് വനം എന്ന പേര് മാത്രമേ ഉള്ളൂ. ഈ ജീവജാലങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഇത് ഈ രാഷ്ട്രീയ പ്രബുദ്ധങ്ങളുടെ, ഈ രാഷ്ട്രീയക്കാരുടെ ഇവരുടെ ഈ ചൂതാട്ടം, ഈ മൃഗങ്ങളെ വെച്ചുള്ള ചൂതാട്ടം ജനങ്ങൾ മനസ്സിലാക്കണം. ഈ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയുള്ള. ഈ മൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷിക്കാനുള്ള തീറ്റയും കാര്യങ്ങളും വനത്തിൽ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നാട്ടിലേക്ക് ശല്യത്തിനായിട്ട് ഇറങ്ങിയല്ല. കാരണം നമ്മളിന്ന് മനസ്സിലാക്കിയാൽ മതി, വേനൽക്കാലത്ത് മാത്രമാണ് ഈ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലുള്ള ആൾക്കാരെ കൃഷി നശിപ്പിക്കുകയും ജനങ്ങളെ ശല്യം ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. മഴക്കാലത്ത് അങ്ങനെ സംഭവമില്ല. ശരിക്കും ദാരിദ്ര്യം കൊണ്ട് വളരെയധികം ഈ വനത്തിലുള്ള ജീവികൾ കഷ്ടപ്പെടുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ ഒരു പോരാട്ടമായിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ഞാൻ എല്ലാ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ഇന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്.